പടം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ 35 തിയേറ്ററിൽ ആദ്യം ഇറങ്ങി. ഇന്ന് വന്ന് നോക്കുമ്പോ അത് 135 തിയേറ്ററിലായിരിക്കുന്നത്. ഇതെങ്ങനെയാ പിടിച്ചത് ഈ 135 വരെ? ഇല്ല, 135 വരെ നമ്മള് പിടിച്ചാൽ കിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിനിമ കൊള്ളാമെന്നുള്ള എല്ലാവരുടെ അഭിപ്രായത്തിൽ നിന്നാണ് അത്രയും തിയേറ്ററുകൾ വന്നത്. ആദ്യം തിയേറ്ററുകൾ തരാതിരുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില വലിയ വലിയ സിറ്റികളിൽ പോലും സിനിമ ഇല്ലാതിരുന്ന അവസ്ഥയുണ്ട്. അവിടെ നിന്നെല്ലാം തിയേറ്ററുകാർ വിളിച്ച് സിനിമ ചോദിച്ച് സിനിമ അങ്ങനെ വരികയായിരുന്നു. അതിൽ നിന്നും എന്താ പറയുക, സിനിമ കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഇത്രയും തിയേറ്ററിലേക്ക് പോയത്. എന്താ ചോദിക്കട്ടെ, ഈ 135 തിയേറ്റേഴ്സിൽ എത്ര തിയേറ്റേഴ്സിൽ ഷറഫുദ്ദീൻ പോയി കണ്ടു? ഞാൻ ഹാപ്പി വെഡിങ് കണ്ടത് ഒരു എന്താ പറയുക, എറണാകുളത്ത് PVR-ലും നമ്മുടെ പത്മയിലുമായിട്ട് 3 ഷോസാണ് കണ്ടത്. ഫാമിലി ആയിട്ട്, പിന്നെ റിലീസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയുടെ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സിജു ഒക്കെ എന്താ പറയുക, പെരിന്തൽമണ്ണയിലും ഒരുപാട് നോർത്ത് ഏരിയയിലും മലബാർ ഏരിയയിലും ഒരുപാട് തിയേറ്ററുകളിൽ പോയായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര റെസ്പോൺസാണ്. പെരിന്തൽമണ്ണയിൽ ഒരു തിയേറ്ററിൽ സിനിമ 5 ഷോയാണ് ചെയ്യുന്നത്, 5 ഷോ കളിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര റെസ്പോൺസാണ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. സിനിമ ഇപ്പോൾ 130 തിയേറ്ററിൽ കളക്ഷൻ വൈസും നല്ല എന്താ പറയാ, പ്രൊഡ്യൂസറും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ കുറേശ്ശെ തരുമ്പോഴേ അത് പ്രശ്നമായിരിക്കില്ലേ? പിന്നെ ഞാൻ ഇടീട്ടാക്കും, എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അവര് ഭയങ്കര ഹാപ്പിയാണ്. കാരണം തുടക്കത്തിലുള്ള എന്താ പറയുക, തുടക്കത്തിൽ തിയേറ്ററിൽ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഭയങ്കര എന്താ പറയുക ഡെസ്പായിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാം. ആദ്യത്തെ ദിവസം തിയേറ്റർ നമുക്ക് ഒരുപാട് കിട്ടിയിട്ട് പിന്നെ കുറെ പോയതാണ്. ശരിക്കും സിനിമ റിലീസാവുന്നതിന് മുമ്പ് കുറേ തിയേറ്റേഴ്സ് എല്ലാം വിളിച്ച് സംസാരിച്ച് അറേഞ്ച് ചെയ്ത് ഒരു 55 തിയേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ആ റിലീസിങ് ഡേറ്റിനോടനുബന്ധിച്ചിട്ട് ഒരു 10-20 തിയേറ്റർ വീണ്ടും പോയി. അത് അപ്പോൾ അവർ വീണ്ടും റിലീസ് മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ റിസ്ക് എടുത്ത് അവർ പടം റിലീസ് ചെയ്തു. പക്ഷെ എന്താ പറയുക, സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് വരുന്ന കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി വെഡിങ്ങിൽ എല്ലാവരും ഹാപ്പിയാണ്. നമസ്കാരം, ഞാൻ ഷറഫുദ്ദീൻ. ഈ ആഴ്ച റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിൽ ശാലിനിയുടെ കൂടെ ഹാപ്പി വെഡിങ്ങിന്റെ വിശേഷങ്ങളുമായി ഞാനും ഉണ്ടാകും.